ഇന്നിപ്പോ ഈ ലിസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ അതിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുമുണ്ട്. അപ്പൊ സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉൾക്കൊള്ളിക്കപ്പെടുക സ്വാഭാവികമാണ്. പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ പേര് ഇതിൽ വരുന്നത് കൗതുകകരമല്ലേ? മറ്റു പാർട്ടികളുടെ ഒന്നും, കോൺഗ്രസിന്റെയോ CPM-ന്റെയോ CPI-യുടെയോ മുസ്ലിം ലീഗിന്റെയോ ഒന്നും ഒരധ്യക്ഷന്മാരും ഇതിലില്ല എന്ന് മാത്രമല്ല ജനപ്രതിനിധികളല്ലാത്തവരും ഇല്ല. അപ്പോൾ മുമ്പ് ഈ കൊച്ചി മെട്രോ ഇതേമാതിരി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്നത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് മലയാളം സോഷ്യൽ മീഡിയ ഭാഷയിൽ കുമ്മനടിക്കുക എന്ന പേരിലൊരു പദപ്രയോഗം പോലും ഉണ്ടായത്. എന്തുകൊണ്ടാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്മാർ ഈ സുപ്രധാനമായ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഈ തരത്തിലുള്ള ഒരു ഇൻക്ലൂഷൻ നേടുന്നത്? അല്ല, കൊച്ചി മെട്രോ ഇപ്പോഴും നന്നായിട്ട് ഓടുക തന്നെയല്ലോ അഭിലാഷ്, അതിലൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും, പ്രധാനമന്ത്രിയുടെ ഗസ്റ്റായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വികസന പദ്ധതിയിൽ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ തീരുമാനിക്കുന്നു. അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുനടപ്പ് തന്നെയൊക്കെ തന്നെയാണ്. അതിലൊന്നും വലിയ അത്ഭുതമൊന്നും വേണ്ട. മാത്രവുമല്ല, ഈ പദ്ധതി ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹവും അദ്ദേഹത്തിന് മുൻപ് ഉണ്ടായിരുന്ന പാർട്ടിയുടെ നേതാക്കന്മാരും, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം തന്നെ എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൂടി നിർദ്ദേശിച്ച സ്ഥിതിക്ക് അവർ പങ്കെടുക്കുക എന്നുള്ളത് ഭാവിയിൽ കേരളത്തിൻ്റെ വികസനത്തിനും പ്രത്യേകിച്ചും വിഴിഞ്ഞം പദ്ധതി കൂടുതൽ കേരളം തയ്യാറാക്കിയ ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉണ്ടായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് വന്നത്, ഈ ലിസ്റ്റിലേക്ക് വന്നത് PMOയിൽ നിന്നാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ഇപ്പോൾ ബാക്കിയൊക്കെ ഭരണഘടനാ ചുമതലയുള്ളവരോ ജനപ്രതിനിധികളോ ആയിട്ടുള്ള ആളുകളാണ്. ബി.ജെ.പിക്കാരും ഈ ഉദ്ഘാടന ചടങ്ങിൽ വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിമാരുണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ള MP കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി തുടങ്ങിയ ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ പൊസിഷനിലാണ് പങ്കെടുക്കുന്നത്. അതല്ല, അതൊരു പാർട്ടി പ്രസിഡന്റ് എന്നൊരു പൊസിഷൻ ഔദ്യോഗിക ചടങ്ങിലുണ്ടോ? കേരളം ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുകളിലും ആൾക്കാരുണ്ടെന്നേ. ഇപ്പോൾ കേരളം തയ്യാറാക്കിയ ലിസ്റ്റിന് മുകളിൽ ഇടപെടുവാനുള്ള അവകാശവും അധികാരവും ധാർമ്മികതയും ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഇടപെടുകയും അതിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വരികയും ചെയ്തത്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് അതിൽ വരാൻ വേണ്ടി, അതിൽ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശവും അധികാരവും ഉണ്ടെങ്കിൽ അദ്ദേഹം പങ്കെടുക്കേണ്ട ആൾ തന്നെയാണ്. ഒന്നും അറിയില്ലാത്തൊരുതല്ലോ ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ കൂടി പരിപാടിയിൽ ഉൾപ്പെടുന്നതോടുകൂടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഇതുവരെ ഉണ്ടാകുന്നത് പോലെയോ അതിനേക്കാളോ കൂടുതൽ പിന്തുണ ഈ പരിപാടിയുടെ ഈ പദ്ധതി ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കുന്നത് ഉണ്ടാകും. ഒരു നല്ല കാര്യം, സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്ന, സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തിൽ നടക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പരിപാടിയല്ലേ ഇത്? പാർട്ടി പരിപാടിയല്ലല്ലോ. ഏതെങ്കിലും പാർട്ടികളുടെയോ നേതാക്കളുടെയോ ഒന്നും പിന്തുണ അതിന് ആവശ്യമില്ലല്ലോ. നമ്മുടെ സംവിധാനം നടപ്പാക്കുന്ന ഒരു പരിപാടിയല്ലേ? അല്ല, അതിന് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ താമരക്കൊടിയും പിടിച്ചോണ്ടൊന്നും അല്ലല്ലോ നാളെ അങ്ങോട്ട് പോകാൻ പോകുന്നത്. അല്ല, അപ്പൊ ഒരു പാർട്ടിയുടെയും നേതാക്കളോ അവരുടെ കൊടിയും പിടിച്ചല്ല പോകുന്നത്. അവരാരും ഇല്ല. M.V. ഗോവിന്ദനോ ബിനോയ് വിശ്വമോ P.K. കുഞ്ഞാലിക്കുട്ടിയോ K. സുധാകരനോ അങ്ങനെ ഒരു പാർട്ടിയുടെയും അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേദിയിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഈ ക്രെഡിറ്റ് സംബന്ധിച്ച് അങ്ങനെയൊക്കെ വറി ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രധാനമന്ത്രി അല്ലേ ഉദ്ഘാടനം ചെയ്യുന്നത്? അല്ല, വറിയുടെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമല്ലല്ലോ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചു, അതിനനുസരിച്ച് തീരുമാനമെടുത്തു. അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സിന്റെ വലിപ്പം കാണിക്കൂ. അതിലൊക്കെ കിടന്ന് ആശങ്കപ്പെടുന്നത്. പിന്നെ മറ്റൊന്ന്, ശ്രീ അഭിലാഷേ, എന്തോ ഇതുണ്ട്, അങ്ങോട്ട് കേൾക്കാമോ? ഇങ്ങോട്ട് കേൾക്കാം, അങ്ങോട്ട് കേൾക്കാം. അല്ലല്ല, ശരിയായി കേൾക്കാം. പറഞ്ഞു. ശ്രീ, ഞാൻ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർജി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി എന്നുള്ളത് ഒരു വളരെ വലിയൊരു കാര്യമായിട്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ പോലുള്ള ഒരു ടെക്നോളജിസ്റ്റ്, ഒരു ബിസിനസ്മാൻ, വിജയിച്ച ഒരു ബിസിനസ്മാൻ, അദ്ദേഹം കൂടി ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന ജനങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാകും. ഈ ഇത്രയും നല്ലൊരു ചടങ്ങ് തുടങ്ങുമ്പോൾ പോലും ഈ അനിൽകുമാറിനൊന്നും പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും? ശരി, അല്ല, ഇപ്പൊ അദാനിയാണല്ലോ പ്രയോജനപ്പെടുത്താൻ നോക്കണം നിങ്ങൾ. ശരി, ഓക്കെ, ഞാൻ അതിലേക്ക് വരാം.